അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നി ഇൽമൻ നാഫിഅ. പ്രിയ സഹോദരിമാരെ, കുടുംബജീവിതം സമാധാനപൂർണ്ണമായി തീരാൻ നാം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഈ വിഷയത്തിൽ ചില ഓർമ്മപ്പെടുത്തലുകൾ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ശരിക്കും കുടുംബ ബന്ധങ്ങളിൽ കാണപ്പെടേണ്ടത് കാരുണ്യവും സ്നേഹവും സമാധാനത്തോടുകൂടിയുള്ള ഒത്തുചേരലുമാണ്. എന്നാൽ പലപ്പോഴും ആ ഒരു സമാധാനം, ആ ഒരു ഇഷ്ടം, കാരുണ്യം ഇവയെല്ലാം പല കുടുംബത്തിലും ഇന്ന് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കളോട് കരുണ തോന്നാത്ത, ആർദ്രത തോന്നാത്ത, കനിവ് തോന്നാത്ത, അല്ലേ, ബാപ്പാക്ക് സുഖമില്ലെന്ന് പറഞ്ഞാൽ കണ്ണു നിറഞ്ഞുകൊണ്ട് നിന്നിരുന്ന മക്കളെ ഇന്ന് കാണാനില്ല. ഉമ്മ സുഖമില്ലാതെ കിടക്കാണ് എന്ന് അറിഞ്ഞാൽ ആ ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് ഉമ്മാക്ക് പനിക്കുന്നുണ്ടോ, നെറ്റിയിലൊന്ന് തൊട്ട് നോക്കാൻ ധൈര്യമുള്ള മക്കൾ നമ്മുടെ വീടുകളിൽ വളരെ വിരളം മാത്രം. കുടുംബ ബന്ധത്തിൻ്റെ വിഷയത്തിൽ ന്യായം ചെയ്യാതെ അനീതിക്കും അക്രമത്തിനും കൂട്ടുനിന്ന് പകയും വെറുപ്പും ഈഗോയും മനസ്സിൽ കൊണ്ടു നടന്ന് മുഖത്തോട് മുഖം നോക്കാതെ പറഞ്ഞ സലാം മടക്കാതെ ബന്ധങ്ങൾ വിച്ഛേദിച്ച് അകന്നു കഴിയുന്ന നൂറുകണക്കിന് മുസ്ലിങ്ങളെ ഇന്ന് മുസ്ലിം സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അത്രമേൽ ബന്ധങ്ങൾ ഇങ്ങനെ അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബ ബന്ധത്തിൻ്റെ മഹാത്മ്യം അവർ അറിയാതെ പോവുകയാണ്. സഹോദരിമാരെ, ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, സഹാബാക്കൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ കണ്ണീരോടെ ചോദിക്കുമായിരുന്നു അത്രേ, അള്ളാഹുവിൻ്റെ റസൂലെ, കുടുംബം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഞങ്ങളെ അപമാനിക്കുമോ? മക്കളെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഞങ്ങളെ അപമാനിക്കുമോ? ബന്ധങ്ങളെ കൊണ്ട് പടച്ച റബ്ബ് ഞങ്ങളെ അപമാനിക്കുമോ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നത് ഇങ്ങനെയാണ്: സഹാബത്തെ, കുടുംബം നന്നാക്കുന്നവന് റബ്ബിൻ്റെ അടുക്കൽ പ്രത്യേകം സ്ഥാനമുണ്ട്. ആ കുടുംബത്തിൻ്റെ ഭംഗിക്ക് വേണ്ടി പ്രയത്നിക്കുന്നവർക്ക് അള്ളാഹു പ്രത്യേകം പദവി കൊടുക്കുന്നുണ്ട്. ഒരു കുടുംബം അറ്റുപോയാൽ വിളക്കി ചേർക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ സിംഹാസനത്തിനരികിൽ പ്രത്യേകം സ്ഥാനം അള്ളാഹു സുബ്ഹാനഹു തആല ആദരിച്ച് നൽകുന്നതാണ്. സഹോദരിമാരെ, കുടുംബ ബന്ധം അള്ളാഹുവിൻ്റെ അർശുമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് ആ അർശിൻ്റെ താഴെ നിന്ന് കുടുംബ ബന്ധങ്ങളെ വിളിച്ചു പറയുമത്രേ, ആരാണോ ഞാനുമായി ബന്ധം ചേർക്കുന്നത് അവരുമായിട്ട് അള്ളാഹു ബന്ധം കൊണ്ടു നടക്കും. ആരാണോ ഞാനുമായി ബന്ധം മുറിച്ചു കളഞ്ഞത് അവനുമായിട്ട് അള്ളാഹു ബന്ധം മുറിച്ചു കളയും. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിക്കുന്നതായിട്ട് കാണാം, എൻ്റെ മാതാപിതാക്കൾ മരിച്ചു പോയിട്ടുണ്ട്, മരണപ്പെട്ടു പോയിട്ടുള്ള മാതാപിതാക്കൾക്ക് വേണ്ടി ഇനി എന്താണ് ചെയ്യാനുള്ളത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നീ നിൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിന് വേണ്ടി തേടണം, അള്ളാഹുവെ അവരോട് കരുണ കാണിക്കണേ, അവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കണം. വീണ്ടും ആ സഹാബി ചോദിക്കുന്നുണ്ട്, പിന്നെ എന്താണ് ചെയ്യേണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവരിൽ കൂടി മാത്രം നിലനിന്നിരുന്ന കുടുംബ ബന്ധങ്ങളെ നീ ചേർത്തു പിടിക്കണം. നമ്മുടെ ബാപ്പമാർ ചേർത്തു നിർത്തിയിരുന്ന ചില കുടുംബ ബന്ധങ്ങളുണ്ടാകും. ആ കുടുംബ ബന്ധങ്ങളെ മാതാപിതാക്കളുടെ മരണശേഷം നമ്മൾ ചേർത്ത് പിടിക്കൽ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രത്യേകമായി കൂലി ലഭിക്കുന്ന കാര്യമാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. അബ്ദുല്ലാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ്റെ ഏറെ പ്രശസ്തനായ ഒരു സഹാബിയാണ്. അദ്ദേഹത്തിന് വലിയ പഠന ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അത് കേൾക്കാൻ ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ ഒത്തുകൂടാറുണ്ട്. പ്രവാചകൻ്റെ കാലശേഷം അബ്ദുല്ലാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എപ്പോൾ ക്ലാസ് എടുക്കുവാൻ വേണ്ടി വന്നാലും ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പൊതുവായിട്ടൊരു കാര്യം പറയും. കുടുംബ ബന്ധം മുറിച്ചു കളഞ്ഞ, അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ മിണ്ടാത്ത, സലാം പറയാത്ത, വിളിച്ചാൽ വിളി കേൾക്കാത്ത, തെറ്റി നിൽക്കുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ഈ സദസ്സിൽ നിന്ന് എണീറ്റ് പുറത്തു പോവണം. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, കുടുംബ ബന്ധം മുറിച്ചു കളഞ്ഞിട്ടുള്ളവർ ഉള്ള സദസ്സിലേക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ മലക്കുകൾ വരികയില്ല. നമ്മൾ ഈ ഇരിക്കുന്ന ഇരുത്തത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം വേണ്ടേ? അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥന വേണം അല്ലേ? അത് കിട്ടാനാണല്ലോ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ കുടുംബ ബന്ധത്തിൽ പരസ്പരം തെറ്റി നിൽക്കുന്ന ആരെങ്കിലും ഈ സദസ്സിൽ ഉണ്ടെങ്കിൽ ആ മലക്കുകളുടെ പ്രാർത്ഥന ആ സദസ്സിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് കുടുംബ ബന്ധം മുറിച്ചിട്ടുള്ള ആരെങ്കിലും ഈ സദസ്സിൽ ഉണ്ടെങ്കിൽ അവർ എഴുന്നേറ്റ് പുറത്തു പോകണം എന്ന് അബ്ദുല്ലാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തൻ്റെ പ്രഭാഷണത്തിൻ്റെ
തുടക്കത്തിൽ പറയുമായിരുന്നു. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ലാ യദ്ഖുലുൽ ജന്ന ഖാതി റഹ്മിൻ, കുടുംബ ബന്ധം മുറിച്ചു കളഞ്ഞവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. പ്രിയ സഹോദരിമാരെ, എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിൻ്റെ തന്നെ ആത്യന്തിക ലക്ഷ്യം ഈ ലോകമല്ല, പരലോകമാണ്. പരലോകത്താണ് യഥാർത്ഥ ജീവിതമുള്ളത്. ഈ ലോക ജീവിതം ഒരു പരീക്ഷണമാണ് എന്ന് നാം തിരിച്ചറിയണം. കുടുംബജീവിതം അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒന്നല്ല. ഇത്തരം ഒരു സംവിധാനം തന്നെ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുള്ളത് നമ്മെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. എനിക്ക് പരലോകത്ത് രക്ഷപ്പെടാനുള്ള ഒരുപാട് പരീക്ഷണങ്ങളിൽ ഒന്നാണ് എൻ്റെ കുടുംബം. അതിൽ ഞാൻ വിജയിച്ചാൽ എനിക്ക് പരലോകത്താണ് വിജയിക്കാൻ കഴിയുന്നത്. അവിടെ ഞാൻ തോറ്റുപോയാൽ പരലോകത്താണ് ഞാൻ തോറ്റുപോവുക എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. അപ്പോഴേ ഉത്തരവാദിത്തത്തോടു കൂടി കുടുംബജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. പരലോക വിജയത്തിൻ്റെ ഒരു മാർഗമായി കുടുംബജീവിതത്തെ കണ്ടാൽ തീർച്ചയായും ഒരു പരിധിവരെ നമുക്ക് സമാധാനവും ശാന്തിയും ഉൾക്കാഴ്ചയും കുടുംബജീവിതത്തിൽ ലഭിക്കും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു തത്വം എല്ലാവരും ഉൾക്കൊണ്ടാൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.